Good morning, all. Welcome to Transportation Engineering 1, Module 2, Lecture 2. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് സൈറ്റ് ഡിസ്റ്റൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട്, ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലായിട്ട് കിടക്കാം. We know that the safe and efficient operation of vehicle on the road depends upon very much on the visibility of the road ahead of the driver. അപ്പോൾ നമ്മൾ ഒരു സേഫായിട്ടുള്ള ഒരു റോഡ് ഡ്രൈവിങ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? there should be much visibility on the road ahead of the driver. ഡ്രൈവറിന് മുന്നിൽ എന്ത് ചെയ്യണം? നല്ല വിസിബിലിറ്റി വേണം. വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. thus the geometric design of road should be done such that any obstruction on the road length could be visible to the driver from some distance. അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് തന്നെ ഡ്രൈവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിൻ്റെ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ കാണാൻ പറ്റണം. എന്നാലേ ഡ്രൈവർക്ക് കറക്റ്റായിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യുക, അതിന് അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക, ബ്രേക്ക് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്ലിയർ വിസിബിലിറ്റി കിട്ടത്തക്ക, ഡ്രൈവർക്ക് ഒരു ക്ലിയർ വിസിബിലിറ്റി കിട്ടത്തക്ക രീതിയിലായിരിക്കണമെന്ന് നമ്മൾ റോഡെല്ലാം ഡിസൈൻ ചെയ്യേണ്ടത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് സെഡ് ടു ബി സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു വിസിബിലിറ്റിക്ക് കൊടുക്കുന്ന ഡിസ്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? ഇറ്റ് ഈസ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദ സൈഡ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഈസ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് അലോങ് ദി റോഡ് സർഫസ് ഓവർ വിച്ച് എ ഡ്രൈവർ ഫ്രം എ സ്പെസിഫൈഡ് ഹൈറ്റ് അബവ് ദി കാരേജ് വേ ഹാസ് എ വിസിബിലിറ്റി ഓഫ് എ സ്റ്റേഷനറി ഓർ മൂവിങ് ഒബ്ജക്റ്റ്. അപ്പോൾ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ റോഡ് സർഫസിൽ വരുന്ന ഒരു ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഡ്രൈവർ ഒരു സ്പെസിഫൈഡ് ഹൈറ്റിലാണ് ഉണ്ടാവുക. സാധാരണ നമ്മളൊരു 1.2 മീറ്ററാണ് ഡ്രൈവറിൻ്റെ ഹൈറ്റ് കൂട്ടാറ്. അപ്പോൾ ഡ്രൈവറിൻ്റെ കണ്ണിൻ്റെ ലെവൽ എന്ന് പറയുമ്പോൾ, ഐ ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നമ്മൾ റോഡ് സർഫസ് നിന്ന് 1.2 മീറ്ററാണെന്ന് വരുന്നത്. സാധാരണ ആസ് പെർ IRC സ്പെസിഫിക്കേഷൻ ഐ ലെവൽ വരുന്നത്. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു മൂവിങ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? ഇറ്റ് ഈസ് ദ സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സൈഡ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. അതിന് SSD എന്ന് പറയും. ഓർ ദി അബ്സല്യൂട്ട് മിനിമം സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ വേറൊരു പേരാണെന്ത്? ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട് മിനിമം സൈഡ് ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ഇൻ്റർമീഡിയേറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ട്വൈസ് SSD. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ട്വൈസ് ആണെന്ത്? ഇൻ്റർമീഡിയേറ്റ് സൈഡ് ഡിസ്റ്റൻസ്. തേർഡ് വൺ ഈസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ദാറ്റ്സ് ഫോർ ദി സേഫ് ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോർ ദി സേഫ് ഓവർടേക്കിംഗ് ഓപ്പറേഷൻ. ദെൻ headlight side distance. It is the distance visible to the driver during the night driving under the illumination of headlight. അപ്പോൾ ഹെഡ്ലൈറ്റ് കൊണ്ട് കാണാൻ പറ്റുന്ന സൈഡ് ഡിസ്റ്റൻസ് ആണ് എന്താ? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ സേഫ് സൈഡ് ഡിസ്റ്റൻസ് ടു എൻ്റർ ആൻ ഇൻ്റർസെക്ഷൻ സൈഡ് ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഈ 5 തരത്തിലുള്ള സൈഡ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാൻ മെയിനായിട്ട് ഈ 2 സൈഡ് ഡിസ്റ്റൻസാണ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസും. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ഇനി ദ കമ്പ്യൂട്ടേഷൻ ഓഫ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് റിയാക്ഷൻ ടൈം ഓഫ് ദി ഡ്രൈവറിൻ്റെ റിയാക്ഷൻ ടൈം. ദ റിയാക്ഷൻ ടൈം ഓഫ് എ ഡ്രൈവർ ഈസ് ദ ടൈം ടേക്കൻ ഫോർ ദി ഇൻസ്റ്റൻറ്റ് ദ ഡ്രൈവർ ഈസ് വിസിബിൾ ടു ദി the object is visible to the driver to the instant when the brake is applied. The total reaction time may be split into 4 components based on PIEV theory. In practice, all these times are usually combined into a total perception reaction time, suitable for the design purpose as well as for the easy measurement. PIEV theory എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ, ഇൻ്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വയലേഷൻ. നമ്മളൊരു കാര്യം കണ്ടാൽ നമ്മൾ ആദ്യം പെർസീവ് ചെയ്യും. ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ റോഡിലൊരു ഒബ്ജക്റ്റ് കണ്ടു. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒബ്ജക്റ്റ് കണ്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ആ ഡിലേ ടൈമിനാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. നമ്മൾ പെർസീവ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന എടുക്കാവുന്ന ആ ഒരു സമയത്തിനാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി PIEV തിയറി. PIEV എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പെർസീവ് ചെയ്യണം, അതിനെ കാണണം. പിന്നെ ആ ഇൻ്റലക്ഷൻ, സെക്കൻഡ് I എന്ന് പറയുന്നത് ഇൻ്റലക്ഷനാണ്, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇമോഷൻ, നമുക്ക് ഓരോ ഇമോഷൻ, ചിലത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇമോഷൻ വരും. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വയലേഷൻ എന്ന് പറയും, നമ്മൾ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത്, അതിന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ സാധാരണ വരുന്നത് ഇറ്റ് ഈസ് 1.5 to 2 seconds ആണ് അതിൻ്റെ നോർമൽ കണ്ടീഷൻ വരുന്നത്. നമ്മൾ ഒരു സാധനം കണ്ട് നമ്മളതിനെ റിയാക്ട് ചെയ്തെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1.5 to 2 seconds ആണ്. However, taking into consideration the variability of driver characteristics, a high value normally used in design. For example, IRC suggests a reaction time of 2.5 seconds. അപ്പോൾ IRC പറയുന്നത് ഒരു റിയാക്ഷൻ ടൈം ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു നോർമൽ കണ്ടീഷനിൽ 1.5 to 2 seconds ആണ് എന്ത് വരിക, നമ്മൾ റിയാക്ഷൻ ടൈമായിട്ട് വരിക. പക്ഷേ നമ്മൾ വേരിയബിൾ ഡ്രൈവറിൻ്റെ പല ആൾക്കാരാണ് ഡ്രൈവ് ചെയ്യുന്നത്, അത് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു ഹൈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സ്പീഡ് ഓഫ് വെഹിക്കിൾ. ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഈസ് വെരി മച്ച് അഫക്ട് ദി സൈഡ് ഡിസ്റ്റൻസ്. ഹയർ ദി സ്പീഡ്, മോർ ടൈം വിൽ ബി റിക്വയർഡ് ടു സ്റ്റോപ്പ് ദി വെഹിക്കിൾസ്. സ്പീഡ് കൂടുന്നതോറും എന്ത് ചെയ്യും, നമുക്ക് സമയം കൂടുതലെടുക്കും സ്റ്റോപ്പ് ചെയ്യാനും. ഹെൻസ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ആസ് ദ സ്പീഡ് ഇൻക്രീസസ്, സൈഡ് ഡിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സൈഡ് ഡിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി എഫിഷ്യൻസി ഓഫ് ദി ബ്രേക്ക്. ദ എഫിഷ്യൻസി ഓഫ് ദി ബ്രേക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏജ് ഓഫ് ദി വെഹിക്കിൾ and vehicle characteristics, etc. If the brake efficiency is 100, the vehicle will stop the moment the brake are applied. But practically it is not possible to achieve 100% efficiency. Therefore, side distance required will be more when the efficiency of brake are less. Also, for safe geometric design, we assume that vehicles have only 50% ബ്രേക്ക് എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ ഡിസൈൻ പർപ്പസിലൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ 50% ബ്രേക്ക് എഫിഷ്യൻസി, ഒരു 50% ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടയർ ആൻഡ് റോഡ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടയർ ആൻഡ് റോഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ബ്രിങ് ദി വെഹിക്കിൾ ടു സ്റ്റോപ്പ്. When the frictional resistance is more, the vehicle stops immediately. Thus, side distance will be less. No separate provision for the brake efficiency is provided while computing the side distance. This is taken into account along with the factors of longitudinal friction. IRC specified the value of longitudinal friction between 0.35 to 0.4. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫാക്ടർ വരുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ സൈഡ് ഡിസ്റ്റൻസിലൊക്കെ വരുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്
ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ആണ് സാധാരണ വരുന്നുണ്ടാവാം. അതിൻ്റെ വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് റേഞ്ച് ബിറ്റ്വീൻ 0.35 to 0.4. ഇനി ഗ്രേഡിയൻ്റ് ഓഫ് ദി റോഡ്. Gradient of the road is also affect the side distance. While climbing up a gradient, the vehicle can stop immediately. Therefore, side distance required is less. While descending the gradient, the gravity also comes into action and more time will be required to stop the vehicle. Side distance required will be more in this case. Gradient upward gradient ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് അതിൻ്റെ സൈഡ് ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി ഡൗൺവേർഡ് ഗ്രേഡിയൻ്റ് ആകുമ്പോൾ നമ്മൾ വിത്ത് ദി ഗ്രാവിറ്റിയാണ്, അലോങ് ദി ഗ്രാവിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് എന്ത് വരുന്നത്, സൈഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് സൈഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് റിയാക്ഷൻ ടൈം. സാധാരണ IRC സ്പെസിഫൈ ചെയ്യുന്ന എത്രയാണ്, ഇറ്റ് ഇസ് 2.5 seconds ആണ്. സെക്കൻഡ് വരുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ. സ്പീഡ് കൂടുകയാണെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടുന്നുണ്ട്. ദെൻ എഫിഷ്യൻസി ഓഫ് ബ്രേക്ക്. നമ്മൾ സാധാരണ ഡിസൈൻ പർപ്പസിന് എടുക്കുന്നത് എത്രയാണ് എഫിഷ്യൻസി, സാധാരണ ഒരു എടുക്കുന്നത് 50% ആണ്. പിന്നെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇവിടെ സൈഡ് ഡിസ്റ്റൻസിനൊക്കെ വരുന്ന ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഏതാണ്, ഇറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ 0.35 to 0.4 ആണ്. ദെൻ ഗ്രേഡിയൻ്റ് ഓഫ് ദി റോഡ്. അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആകുമ്പം നമുക്ക് കുറച്ച് എന്ത് മതി, സൈഡ് ഡിസ്റ്റൻസ് മതി. ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആകുമ്പോൾ സൈഡ് ഡിസ്റ്റൻസ് എന്താണ്, കൂടുതൽ ആവശ്യം വരും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് വരുന്നത്, ഫാക്ടേഴ്സ്, സൈഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് നോക്കാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ദ മിനിമം സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ഓൺ എ ഹൈവേ അറ്റ് എനി സ്പോട്ട് ഹാവിംഗ് സഫിഷ്യൻറ്റ് ലെങ്ത് ടു എനാബിൾ ഡ്രൈവർ ടു സ്റ്റോപ്പ് വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് എ ഡിസൈൻ സ്പീഡ് സേഫ്ലി വിതൗട്ട് കൊളീഷൻ വിത്ത് എനി അതർ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടിട്ട് അതിനെ സേഫായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദർ ഈസ് എ ടേം കോൾഡ് സേഫ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആൻഡ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെഷർ ഇൻ ട്രാഫിക് എഞ്ചിനീയറിംഗ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് എ വെഹിക്കിൾ ട്രാവൽസ് ഫ്രം എ പോയിന്റ് അറ്റ് വിച്ച് ദ സിറ്റുവേഷൻ ഈസ് first perceived to the time deceleration is complete. Drivers must have adequate time if they are to suddenly respond to a situation. Thus, in highway design, side distance at least equal to the safe stopping side distance should be provided. നമ്മൾ ഹൈവേൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മിനിമം എന്ത് ചെയ്യണം, നമ്മൾ ഒരു സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഒബ്സ്ട്രക്ഷനൊക്കെ കണ്ടാൽ ആ ഡ്രൈവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഹൈവേ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വി ഹാവ് ടു ഡിസൈൻ എനി സെക്ഷൻ ഓഫ് ദി ഹൈവേ വിച്ച് അറ്റ്ലീസ്റ്റ് ഹാവ് ദി സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. The stopping side distance is the sum of lag distance and braking distance. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ലാഗ് ഡിസ്റ്റൻസ് ആൻഡ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ലാഗ് ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്റ്റൻസ് വെഹിക്കിൾ ട്രാവൽ ഡ്യൂറിംഗ് ദി റിയാക്ഷൻ ടൈം T and it is given by Vt where V is the velocity of vehicle in meter per second. സെക്കൻഡാണ്, സെക്കൻഡ് സ്ക്വയർ അല്ല. അപ്പോൾ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ ടൈമിൽ വെഹിക്കിൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെന്ത്, ഇറ്റ് ഈസ് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Vt ആണ്. ദാറ്റ്സ് V എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് വെഹിക്കിൾ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. T എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ടൈം. സാധാരണ നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് 2.5 seconds ആണ് എന്ത് എടുക്കാറുള്ളത്, റിയാക്ഷൻ ടൈമായിട്ട് എടുക്കാറുള്ളത്. Braking distance is the distance travelled by the vehicle during the braking operation. For a level road, this is obtained by equating the work done in stopping the vehicle and the kinetic energy of the vehicle. അപ്പോൾ നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഈ ഒരു തിയറി വെച്ചിട്ടാണ്. വർക്ക് ഡൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി.
കൈനറ്റിക് എനർജിയും വർക്ക് ഡണ്ണും, ആ സ്റ്റോപ്പ് ചെയ്യാനുള്ള വർക്ക് ഡൺ എന്ത് ചെയ്യുന്നതെന്ന് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇഫ് ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ആൻഡ് ദ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഈസ് എൽ, ദെൻ ദി വർക്ക് ഡൺ അഗെയിൻസ്റ്റ് സ്റ്റോപ്പിംഗ് ദി വെഹിക്കിൾ ഈസ് എഫ് എൽ ആണ്. അപ്പോൾ ഒരു ഡബ്ല്യു വെയിറ്റുള്ള വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബ്ല്യു വെയിറ്റുള്ള വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എഫ് ഇൻറ്റു ഡബ്ല്യു. ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണെന്ത്? ഇറ്റ് ഈസ് വർക്ക് ഡൺ. ഫോഴ്സിൻ്റെ അപ്പോൾ എഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ ആണെന്ത്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ദി വെഹിക്കിൾ. അപ്പോൾ വർക്ക് ഡൺ എഫ് ഇൻറ്റു ഡബ്ല്യുൻ്റെ എല്ലാണ്. അപ്പോൾ അവിടെ വരുന്ന വി വെലോസിറ്റിയിൽ വരുന്ന വെഹിക്കിളാണെങ്കിൽ അതിന് എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും? ഹാഫ് എം വി സ്ക്വയർ. എമ്മിനെ നമ്മൾ വെയിറ്റിൻ്റെ ടേംസിലാണെങ്കിൽ W/G. അപ്പോൾ ഹാഫ് W/G വി സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇത് നമ്മൾ വർക്ക് ഡണ്ണും കൈനറ്റിക് എനർജി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് FWL = WV²/2g. ദാറ്റ് ഈസ് L = V²/2gf. അപ്പോൾ നിങ്ങൾ ബ്രേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് എന്താ? ഇറ്റ് ഈസ് V²/2gf. ഇനി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാഗ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് VT പ്ലസ് ബ്രേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് V²/2gf ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VT പ്ലസ് V²/2gf. ഇതിൽ V എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് m/s ആണ്. T എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2.5 seconds ആണ്. ഇറ്റ് ഈസ് റിയാക്ഷൻ ടൈം ആണ്. G എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇറ്റ് ഈസ് 9.81 m/s² ആണ്. F എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0.35 to 0.4 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് വെലോസിറ്റി ഈസ് ഗിവൺ ഇൻ km/h, if velocity is given in km/h, ഈ ഇക്വേഷൻ എങ്ങനെ വ്യത്യാസം വരും? അപ്പോൾ ആ ഒരു കൺവേർഷന് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യനിൽ തരും, ക്ലാസ് വർക്കിൽ തരും. ആ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാം. അപ്പോൾ ഇഫ് വി ഈസ് ഗിവൺ ഇൻ km/h, ഈ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ആ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ അത് ചെയ്യാം. ജിക്ക് നിങ്ങൾ ആ വാല്യൂ കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ക്ലാസ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇഫ് വീസ് ഗിവൺ ഇൻ km/h എങ്ങനെ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. km/h എങ്ങനെയാണ് m/s കൺവേർട്ട് ചെയ്യുക? km/h എന്ന് പറഞ്ഞാൽ എന്നെ m/s കൺവേർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് 5/18. 5/18 മൾട്ടിപ്ലിക്കേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. km/h m/s തമ്മിലുള്ള കൺവേർഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5/18 ആണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇറ്റ് ഈസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷണൽ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ സെവറൽ സ്പീഡ്സ്, ഓരോ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ വാല്യൂസ് ആണ്. ഒന്ന് ഓർത്തിരിക്കണം നിങ്ങൾ. ഇനി അസെൻഡിങ് ഗ്രേഡിയൻറ്റും ഡിസെൻഡിങ് ഗ്രേഡിയൻ വരുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഗ്രേഡിയൻ വരുമ്പോൾ ഈ ഇക്വേഷനും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് stopping side distance will be Vt plus V²/2g into F plus or minus 0.01 n. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേഡിയൻസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ
അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണ്. നെഗറ്റീവ് n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസെൻഡിങ്. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമ്മൾ പ്ലസ് എന്ന് കൊടുക്കും, ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ എന്ത് കൊടുക്കും, n എന്ന് കൊടുക്കും. നെഗറ്റീവ് n എന്ന് കൊടുക്കും. n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർസെൻറ്റേജിലാണ് വരുന്നത്. ദാറ്റ് ഈസ് 50%, 30% എന്നൊക്കെയാണ് എന്നിൻ്റെ വാല്യൂ വരിക. അല്ലെങ്കിൽ 1 in 100, 1 in 30 അതിനെ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്താലും മതി. അപ്പോൾ ഗ്രേഡിയൻ്റ് കൂടി വരുമ്പം വരുന്ന ഇക്വേഷനും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ SSD = VT + V²/2G × F ± 0.01 n. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രേഡിയൻ്റ് ഇൻ പെർസെൻറ്റേജ് ആണ്, ഗ്രേഡിയൻ്റ് ഇൻ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഇതാണ്. ഗ്രേഡിയൻ്റ് ഇല്ലെങ്കിൽ ഇതെന്തായിരിക്കും, n = 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് വരും, VT + V²/2GF എന്ന് വരും പ്ലെയിൻ സർഫസിലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചത് നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഏതൊക്കെയാണ്, എന്താണ് സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ളത്, ദെൻ അതിൻ്റെ എന്തൊക്കെയാണ് ഒരു സൈഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് നമ്മൾ 2 തരത്തിലാണ് വരുന്നത്. ലാഗ് ഡിസ്റ്റൻസും വരുന്നുണ്ട്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.